എല്ലാ പ്രിയപ്പെട്ട ഹക്കൂസ് കാർട്ടൂൺ അക്കാദമിയുടെ പ്രേക്ഷകർക്കും സ്നേഹപൂർവമായ സ്വാഗതം. ഇടയ്ക്ക് ഒന്ന് രണ്ട് ആഴ്ച തവണയായിട്ട് ഇതിന് തടസ്സം വന്നതിൽ ഖേദിക്കുന്നു. അതായത് കുടുംബത്തിലെ ചില പേഴ്സണൽ കാര്യങ്ങളുള്ളതുകൊണ്ട് യാത്രയൊക്കെ വേണ്ടി വന്നതിനാലാണ് ഇതിന് തടസ്സം നേരിട്ടത്. നമുക്ക് വീണ്ടും അതുപോലെ മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് വരയ്ക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാഴ്ത്തുപാട്ടുകൾക്ക് ഇപ്പം ഭയങ്കര മാർക്കറ്റാണ്. അതായത് ഒന്നും ചെയ്യാൻ പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ മുഖസ്തുതി രാജാക്കന്മാരെ മുഖസ്തുതി കൊണ്ട് പുകഴ്ത്തി മറ്റേ പട്ടുമുളയൊക്കെ വാങ്ങുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് അതിനേക്കാളും ഭീകരമായ പുകഴ്ത്തു പാട്ടുകളും ഭജന സംഘങ്ങളുമാണ് ഇപ്പം അരങ്ങ് വാഴുന്നത്. അത് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും സാധാരണക്കാരും അണികളും എല്ലാവരും ഈ പറഞ്ഞ കണക്ക് പിണറായി പുകഴ്ത്തൽ പാട്ടുമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പം അവർക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഒരു രാജഭരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊരു കവി ഏതൊരു രാജാവിനെ പുകഴ്ത്തി ഇങ്ങനെ എഴുതിയതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം മന്നവേന്ദ്ര വിളങ്ങുന്നു സൂര്യനെ പോലെ നിൻമുഖം എന്നാണ് ഒരു പാർട്ടി നേതാവ് ഇപ്പം ഈയിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ സൂര്യനാണ്, അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സാധാരണക്കാരുടെ നേതാവ്, ഒരു ജനകീയ ഭരണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് സൂര്യനാണെന്നും അയാൾ അടുത്തേക്ക് പോകരുതെന്നും അയാൾ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നൊക്കെയാണ് ഈ നേതാവ് ഉത്ബോധിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ കവിത നമുക്കറിയാം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് രാജാവ് ഉണ്ടാക്കിയ ദീപസ്തംഭത്തിനെ പൂഴ്ത്തി കവിതകൾ എഴുതാനായിട്ട് ആസ്ഥാന കവികളോട് ആവശ്യപ്പെട്ടപ്പോൾ പലരും ഈ ദീപസ്തംഭത്തെ അങ്ങേറ്റം മാനോളം പൂഴ്ത്തി കവിത എഴുതിയപ്പോൾ കുഞ്ചൻ നമ്പ്യാർ മാത്രം എഴുതിയത് ഇതായിരുന്നു: ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. അതായത് ഈ പണവും പദവി മന്ത്രിസ്ഥാനങ്ങളും ഇതൊക്കെയാണ് ഈ വാഴ്ത്തുപാട്ടുകാരുടെ ഉദ്ദേശങ്ങൾ. അങ്ങനെയാണ് ഇപ്പോൾ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനെ അധികരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാർട്ടൂൺ ഇപ്പം വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. അപ്പോൾ പണ്ടത്തെ ഒരു സിനിമ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്ക് അഭിനന്ദനം എന്നാണ് ആ പാട്ട് സിനിമ പാട്ട് പറയുന്നത്. പക്ഷെ ഇതിപ്പം കണ്ണുനീർ പിണറായി വിജയനെ സൂര്യനോട് ഉപമിച്ച കാവ്യഭാവനയാണ് നമുക്കിപ്പോൾ മന്ത്രിസഭയിലുള്ളത്. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അഭിനന്ദിക്കാത്തൊക്കെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. കാരണം അമ്പേ പരാജയമാണ്, തൊടുന്നിടത്തെല്ലാം പരാജയമാണ്, ധൂർത്തും അഴിമതിയും മാത്രമേ ഇവിടെയൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ വാഴ്ത്തുപാട്ടിനൊരു കുറവുമില്ല. അപ്പം നമുക്ക് ഈ വാഴ്ത്തുപാട്ടിനെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഇന്നിപ്പോൾ വരയ്ക്കുന്നത്. ഞാനിത് ഇതിൻ്റെ റഫ് ഇട്ടിട്ടില്ല. ഇന്ന് റഫ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മൾ ആദ്യം ആ സിംഹാസനമാണ് വരയ്ക്കുന്നത്. ആ സിംഹാസനത്തിൻ്റെ മുകളിൽ ഈ നമ്മുടെ കാരണഭൂതത്തിനെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കസേരയുടെ ആ സിംഹാസനത്തിൻ്റെ ആ ഒരു പ്രതലമാണ് ഈ വരയ്ക്കുന്നത്, ഇരിക്കുന്ന പ്രതലം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കസേരയിൽ ഒരാളെ ഇരിക്കുന്നതെന്നും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകാം, ഇരുത്തുന്നതെന്നും കൂടെ. നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ആ ഇങ്ങനത്തെ ഒരു രീതി നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പെർസ്പെക്റ്റീവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഇത് ഇങ്ങനെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 വീലും ഈ 4 കാലും വരുന്ന വഴി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും 4 കാല് നമുക്ക് ആ പെർസ്പെക്റ്റീവിൻ്റെ നോക്കിയാൽ നമുക്കറിയാം. ഈ താഴെ ഇങ്ങനെ ഇതിൻ്റെ നിഴൽ താഴെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചതുരം പോലെ ആവും. ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചതുരം പോലെയാവും. ഇനി ഇതിൻ്റെ ഈ കൈപ്പിടി നമ്മളിങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ
വരച്ചു. ഇനി ഇതിൻ്റെ ഈ മറ്റേ ചാര് അത് നമ്മൾ കുറച്ച് ആർഭാടമായിട്ടാണ് വരയ്ക്കുന്നത്. ഈ മോൾ ഭാഗമൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ഒരു മറ്റേ സിംഹാസനത്തിൻ്റെ ഒരു രൂപമുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മളിത് ഇങ്ങനെ വരച്ചു. ഇവിടെ ഇതിൻ്റെ ഒരു തിക്നെസ്സും കൂടെ നമുക്ക് വരയ്ക്കണം. അതായത് ഈ ഭിത്തിൻ്റെ തിക്നെസ് വേണം, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് വെട്ടിവെച്ച പോലെ ഇരിക്കത്തുള്ളൂ. ആ തിക്നെസ് ഉണ്ടെങ്കിൽ അതൊരു ശരിക്കും 3D എഫക്റ്റും ആ തടിയുടെ തിക്നെസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കസേരയായി. ഇനി ഇതിൻ്റെ പുറത്ത് ഈ ആളിനെ ഇരുത്തിയിട്ട് നമുക്ക് കാണാം. നമ്മളൊരു നാട്ടുരാജാവിൻ്റെ രൂപത്തിലാണ് വരയ്ക്കുന്നത്, അല്ലാണ്ട് മറ്റേ പിണറായിയുടെ യഥാർത്ഥ രൂപം നമ്മൾ വരയ്ക്കുന്നില്ല. അതായത് നമുക്കറിയാം, വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വരെ പിന്നെ പോലീസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു മിഥ്യാധാരണ മാത്രമാണ് ഇപ്പോഴത്തെ കാലത്ത്. ജനാധിപത്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒന്നുമില്ല. അപ്പം മുഖം നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം ഈയിടെ കൊണ്ടുള്ള കാർട്ടൂണിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു മറ്റേ രാജാവായിട്ടാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ യഥാർത്ഥ രൂപം വരയ്ക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ രൂപം വരച്ചാൽ അത് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആകും, കുറ്റമാകും, നമ്മളെ എതിരെ നടപടിയൊക്കെ വരും, പോലീസ് വന്ന് വീട് വളഞ്ഞ് ആക്രമിച്ചുകൊണ്ട് പോകത്തില്ലെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പണ്ടത്തെ നാട്ടുരാജാവിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഈ ആളിനെ ഈ കസേരയിൽ ഇരുത്തുന്ന രീതി മനസ്സിലായില്ല. ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ നമ്മൾ കസേര ആദ്യം വരച്ചിട്ട് കസേരയിൽ ഇങ്ങനെ ഇരുത്തുകയാണ്. സന്തോഷത്തോടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് ഇവിടം വരെ ഇതിൻ്റെ ബോഡിയാണ് ഇദ്ദേഹത്തിൻ്റെത്, ഇങ്ങനെ ബോഡിയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ മറ്റേ പാളത്താറ് ഇങ്ങനെ ഉടുത്തിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഒരു കെട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് താഴെ ഇങ്ങനെ വന്ന ഇതിൻ്റെ മുണ്ടിൻ്റെ ഞെറിവാണിത്. കണ്ടില്ല, ആളിനെ ഇരുത്തുന്നുണ്ട്. നമുക്ക് ഈ നടുക്കളത്തെ ലൈനൊക്കെ മാച്ച് കളയുമ്പോൾ, അല്ലെങ്കിൽ ഇത് മഷി വെച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് രൂപം കിട്ടും. ഇവിടെ കാല്, ഈ രാജാക്കന്മാരുടെ ചെരുപ്പ് നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു പാതുകം എന്നാണ് അതിന് പറയുന്നത്. പാതുകം മുകളിലേക്ക് വളഞ്ഞിരിക്കുന്ന ഒരു ചെരുപ്പാണ്. അപ്പം ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ഡെക്കറേഷൻ, ഈ താഴെ ഭാഗത്തൊരു ഡെക്കറേഷൻ ഉണ്ട്, നമുക്ക് അതും കൂടെ കഴിഞ്ഞ് കാണാം. ഇതാ ആ ചുറ്റുമുള്ള ആ രാജ കൊട്ടാരത്തിൻ്റെ ഒരു മറ്റേ സംഭവങ്ങളാണ് ഇത് വെച്ച് നമ്മൾ വരയ്ക്കുന്നത്. ഇത് മറ്റേ എന്താ ഞെറിവുകളുള്ള ഈ കർട്ടനുകളെല്ലാം വിരിച്ചിരിക്കുന്നു, മറ്റേ തൂണുകൾ. ഇവിടെയൊക്കെ ഇങ്ങനെ കർട്ടൻ ഒക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് താഴെ മറ്റേ പരവതാനിയൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പ് നടത്തിയ ഒരു ഈ മറ്റേ പുകവലിക്കെതിരെ നടത്തിയ ഒരു കാർട്ടൂൺ മത്സരത്തിൽ എനിക്ക് മറ്റേ 2ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇന്നലെയാണ് കൈ കിട്ടിയത്. ഇതിൻ്റെ ഒരു സന്തോഷം എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ ഡയലോഗ് അദ്ദേഹത്തിൻ്റെയാണ്. അത് നമുക്ക് അടുത്ത് വരയ്ക്കാം. നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഇതൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഈ ഇതും കൂടെ വരയ്ക്കാം. എന്നിട്ടും ബാക്കിയുള്ളത് ഈ ഭാഗം അങ്ങ് മാച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ആളിനെ വരയ്ക്കുകയാണ്. നമ്മളിത് മുഖം വരയ്ക്കുന്നതിനുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മളൊരു റൗണ്ട് ഇത് ഇങ്ങനെ ഇട്ടത്, ഇങ്ങനെ മുഖത്തോട്ട് തന്നെ നോക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചരിവ്, ഒരു ടിൽറ്റ്, ഈ മുഖത്ത് ഇങ്ങനെ ഒരു ടിൽറ്റ് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ രാജഭരണമൊന്നും അല്ല നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ജനായത്ത ഭരണമൊന്നും അല്ല നടക്കുന്നത്. അതാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഇത് നമ്മൾ നൽകിയിരിക്കുന്നത്.
ഇയാളും കൂടെ വരച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കുറച്ച് വരെ കൂടെ വരയ്ക്കണം. നമുക്ക് ഒരുപാട് ഇങ്ങനെ റഫ് ഇടുന്നത് വരച്ചു കഴിഞ്ഞാൽ സമയം ഒരുപാടാകും. അപ്പോൾ നമുക്ക് അത് ഇനി വരച്ചു കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ റഫ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ റഫ്. അതായത് ഇദ്ദേഹം ഉണർത്തിക്കുകയാണ് ഈ മറ്റേ വാഴ്ത്തുപാട്ടുകളുമായിട്ട് കുറെ ആസ്ഥാന കവികൾ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഇവരെല്ലാം ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ആസ്ഥാന കവികളാണ്, പിന്നെ പുകഴ്ത്തു പാട്ടുകളുമായിട്ട് വന്നിരിക്കുക. ഇപ്പൊ ഈ വരച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണിത്. നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കസേരയുടെ പുറത്തിരിക്കുന്ന മുഴുവൻ പട്ടും മുളയൊക്കെയാണ് ഇവർക്ക് സമ്മാനിക്കാൻ. ഇവർക്ക് ഇപ്പോഴത്തെ കാലത്ത് പട്ടും മുളയൊന്നും വേണ്ട, മറ്റ് സ്ഥാനങ്ങളാണ്, ഗവൺമെന്റ് പദവികളോ സ്ഥാനങ്ങളോ പാർട്ടി പദവികളോ ഒക്കെയാണ്. അപ്പൊ ഇതാണ് കാർട്ടൂണിന്റെ റഫ്. ആണ്. നമുക്കിനി ഇതിന്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡയലോഗ് ഇതാണ്. ഈ ഭടൻ പറയുന്നതാണ്, ആസ്ഥാന കവികൾ പൊഴുത്തുപാട്ടുകളുമായി വന്നിട്ടുണ്ടെന്ന്. ഈ ക്യൂ നിൽക്കുവാണ്, പൊഴുത്തുപാട്ടിന് ആയിട്ട് ആളുകൾ ക്യൂ നിൽക്കുക. തമ്പുരാൻ ഇവിടെ പട്ടുംമുളകൊക്കെ ആയിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ് കൊടുത്തിരുന്ന് റിച്ച്നെസ് ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. ഇപ്പോൾ ഒരു വെറുതെ ലൈൻ ഡ്രോയിങ് ഇവിടെ ഇരിക്കുന്നു. നമുക്കത് കുറച്ചുകൂടെ ഒന്ന് റിച്ച് വരുത്തി നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷെയ്ഡൊക്കെ ഇട്ടൊരു റിച്ച്നെസ് കൊടുത്തിട്ടുണ്ട്. ഈ തിൻ സ്ട്രോക്ക് കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ച് റിച്ച്നെസ് വന്നില്ലേ. കുറച്ച് സമയം മെനക്കെടുത്താനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡയലോഗ്. ഇതാണ്, ആസ്ഥാന കവികൾ പൊഴുത്തുപാട്ടുകളുമായി വന്നിട്ടുണ്ടെന്ന്. ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.